എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വയ്ക്കൻ ഓഫിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ഈ വീഡിയോ. നമ്മൾ ഒരുപാട് കാഴ്ചകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഈ എപ്പിസോഡിലെ ബാക്കി കാഴ്ചകളെല്ലാം കാണാം. ക്വയ്ക്കൻ ഓഫിന് ഇത്ര മനോഹരമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ തൂലിപ്പൂക്കൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ അട്രാക്റ്റീവായിട്ടാണ് ഇത് പൂത്ത് നിൽക്കുന്നത്, പല പല കളറിൽ പാറ്റേണിലൊക്കെ ആയിട്ട്. ഈ പൂക്കൾ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നില്ല ഈ പൂവിനോട്. അതുപോലെ നെതർലാൻഡ്സുകാർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു പൂവാണ് ഈ തൂലിപ്പൂക്കൾ. ഈ തൂലിപ്പൂക്കളിന് ഒരു ചരിത്രം തന്നെയുണ്ട് പറയാനായിട്ട്. 16-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവം നടന്നത്. ഡച്ചുകാർക്ക് തുലിപ്പിനോടുണ്ടായിരുന്നത് അതിതീവ്രമായൊരു ഇഷ്ടമായിരുന്നു. 1630കളിൽ ഈ പൂവിനോടുള്ള അവർക്കുള്ള ക്രേസ് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തുകയും ഈ ഫ്ലവർ അവരുടെ സ്റ്റാറ്റസിൻ്റെ ചിഹ്നമായി മാറുകയും ചെയ്തു. അതിനെ തുലിപ് മാനിയ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഈ പൂക്കളുടെ തിളക്കമുള്ള നിറവും അപൂർവ പാറ്റേണുകളും ഇവയെ വളരെയധികം ഡിമാൻഡുള്ള പൂക്കളാക്കി മാറ്റി. ഇതിൽ തന്നെ ഒരു വൈറസ് ബാധ മൂലം വരകളുള്ള ഇനങ്ങൾക്ക് കൂടുതൽ ആകർഷണവും ഡിമാൻഡും ഉണ്ടായി. അതിനാൽ തന്നെ ഇതിന്റെ വില വളരെയധികം കുതിച്ചുയർന്നു. ഇവരുടെ ഈ ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ അപൂർവമായ സെബർ അഗസ്റ്റസ് ഇനത്തിലെ ഒരു തുലിപ്പിന് ആംസ്റ്റർഡാം കനാലിലെ ഒരു ആഡംബര വീടിനേക്കാൾ വിലയുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. 1637 ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. തുലിപ്പ് വാങ്ങാൻ ആളില്ലാതെയായി. തുലിപ്പിന്റെ വില ഇടിഞ്ഞു. പലരും സാമ്പത്തികമായി തകർന്നു. ഈ സാമ്പത്തിക മാന്ദ്യത്തെ അതിജീവിക്കാൻ ഡച്ച് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് എങ്ങനെയൊക്കെയോ സാധിച്ചു. ഇന്ന് ഈ തുലിപ് മാനിയെ സ്പെക്കുലേറ്റീവ് ബൾബ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പൂ പോലെ മനോഹരമായ ഒന്നിനു പോലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒരു പൂവ് കാരണം നാടും നാട്ടുകാരും നേരിടേണ്ടി വന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ കേട്ടതൊക്കെ. ഏതോ ഒരു കലാകാരൻ്റെ കലാവിരുതാണ് നിങ്ങൾ ഈ മരത്തിൽ കാണുന്നത്. നല്ല മനോഹരമായ കൊത്തുപണികളല്ലേ. ഞങ്ങളങ്ങനെ നടന്നൊരു കാട്ടിലെത്തിയ ഫീൽ ഉണ്ടല്ലേ. ഇരു സൈഡിലും തിങ്ങി നിറഞ്ഞ മരങ്ങളൊക്കെ ആയിട്ട്. ആക്ച്വലി ദൂരെ നിന്നൊരു പാട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ പോകുന്നത്. നിറയെ ആൾക്കാർ അങ്ങോട്ട് നടക്കുന്നുണ്ട്, കുറേ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരുന്നുണ്ട്. എന്തായാലും അതെന്താണെന്നറിയാൻ തീരുമാനിച്ച് ശബ്ദം കേൾക്കുന്ന വഴിയെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിലെത്തി. ഞങ്ങൾ അന്വേഷിച്ചെത്തിയ മ്യൂസിക് ഉണ്ടാക്കുന്ന സാധനം ഇതാണ്. നടന്ന് ഞങ്ങൾ ക്ഷീണിച്ചു, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല തിരക്ക്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴി വേറെ വല്ല റെസ്റ്റോറൻറ്റും കാണുവാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞങ്ങൾ വീണ്ടും നടന്നതാ മറ്റൊരു മനോഹരമായ സ്ഥലത്തെത്തി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ച അല്ലേ. കുറേ പേര് ഈ കല്ലിട്ട പാലത്തിലൂടെ അപ്പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ.
അപ്പോഴാണ് ഈ ഒരു കുട്ടി എന്തോ എത്തി നോക്കുന്നത് കണ്ടത്. അവൻ ഈ മീനിനെയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങളും കുറച്ചു നേരം അവിടെ അങ്ങനെ നിന്നു. നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ വ്യൂ അടിപൊളിയായിട്ടില്ലേ? പൂക്കളുടെ ഭംഗി കണ്ട് ഫോട്ടോയും വീഡിയോ എടുത്ത് നടന്ന് വീണ്ടും സമയം ഒരുപാട് പോയി. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. എന്തായാലും ഇപ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടും ബാക്കി കാഴ്ചകൾ കാണാമെന്നുള്ള തീരുമാനത്തിലെത്തി. ഞങ്ങൾ റെസ്റ്റോറൻ്റ് ഉള്ളിലേക്ക് കയറി. ഇതാണ് എൻ്റെ ഫുഡ്, ലസാങ്കെ, പിന്നെ കുറച്ച് സാലഡ്സും. ഏട്ടനാണെങ്കിൽ ഒരു ചെറിയ പിസയാണ് എടുത്തത്. അവിടെ ബുഫേ സിസ്റ്റമായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് വന്നു. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ നടത്തം ആരംഭിച്ചു. മനോഹരമായ കാഴ്ചകളൊക്കെ നോക്കി അതെല്ലാം വീഡിയോയിലേക്ക് പകർത്തി അങ്ങനെ നടക്കുകയാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക് വിൻഡ് മില്ലാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ പൂന്തോട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ കാണാനും നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാനും പറ്റും കേട്ടോ. പക്ഷെ ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറിയില്ല, തിരക്ക് കാരണം. ജസ്റ്റ് ഇവിടെ നിന്ന് വീഡിയോയും ഫോട്ടോസും എടുത്ത് ഞങ്ങൾ വീണ്ടും നടത്തം ആരംഭിച്ചു. ഞങ്ങൾ
തിരിച്ച് നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് ഒരു പാലത്തിൻ്റെ മുകളിൽ ഭയങ്കര തിരക്ക് കണ്ടത്. അപ്പം ഞങ്ങളും അതിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി നട്ടുപിടിപ്പിച്ച കുറച്ച് ചെടികൾ, ഫ്ലവേഴ്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ആ മുകളിലത്തെ ഡിസൈനെല്ലാം കാണാൻ നല്ല ഭംഗിയില്ലേ. പൂക്കൾ കൊണ്ട് ചെടികളും ഉപയോഗിച്ച് മനോഹരമായ ഒരു ചിത്രം വരച്ചു വെച്ചിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. എന്തായാലും ഇതും ഒരു കലാകാരൻ്റെ കലാവിരുദ്ധമല്ലേ. മണിക്കൂറുകളോളം അങ്ങനെ നടന്ന മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു. ഞങ്ങളങ്ങനെ നടന്ന് തിരിച്ച് ഞങ്ങളുടെ എക്സിറ്റ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൊയ്ക്കനൂഫിനോട് വില പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സമയം പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി. അപ്പം കണ്ട കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ ഒരു കനാല്. ഞങ്ങളതിൻ്റെ അരികിലൂടെ കുറച്ച് സമയം അങ്ങനെ നടന്നു. ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ്. കാണാൻ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. അടുത്ത ദിവസമാണ് ആംസ്റ്റർഡാം സിറ്റി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഞങ്ങളുടെ പ്ലാൻ. ആംസ്റ്റർഡാം സിറ്റിയിലെ മനോഹരമായ കാഴ്ചകളുമായി പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ഫ്രം SK.